നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നൊരു വാചകം കൂടെ ഞാൻ പറയാം. എന്താണെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ജഅലദ് ദുനിയ സലാസത്തു അജ്സാഇൻ, ദുനിയാവിനെ 3 ഭാഗമായിട്ട് തിരിച്ചു. ഞാനല്ല കേട്ടോ പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയണത് എന്താ പറയുക? ജുസ്ഉൻ ലിൽ മുഅ്മിൻ, ഒരു ഭാഗം മുഅ്മിനാണ്. ജുസ്ഉൻ ലിൽ മുനാഫിഖ്, ഒരു ഭാഗം മുനാഫിക്കിനാണ്. വജുസ്ഉൻ ലിൽ കാഫിർ, ഒരു ഭാഗം കാഫിറിനാണ്. മുഅ്മിന് കിട്ടിയ ഭാഗം കൊണ്ട് മുഅ്മിൻ എന്താ ചെയ്യുന്നത്? ഫൽ മുഅ്മിനു യതസവ്വദ്, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ ആഖിറത്തിന് വേണ്ടി സമ്പത്തുകളെ ശേഖരിക്കുന്നു. മുഅ്മിന് ദുനിയാവ് കിട്ടിയ ഓഹരി കൊണ്ട്, അത് സമ്പത്താണെങ്കിലും എന്താണെങ്കിലും ആ ഓഹരി കൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി പണിയെടുക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ബുദ്ധിമാൻ. അതാണ് ഒരു മുഅ്മിൻ അവൻ്റെ ദുനിയാവ് കിട്ടിയ ഓഹരി കൊണ്ട് അവൻ ചെയ്യുന്നത്. മുനാഫിക്ക് എന്ന് പറഞ്ഞാലോ, അവൻ യതസയ്യനു, പുറമോടിക്ക് വേണ്ടി പലതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പുറമോടിയാണ്. ആളുകൾ കാണുക, ആളുകൾ കേൾക്കുക, ആളുകൾ ഇരുത്തുന്ന കയ്യടി കിട്ടുക, ആളുകളുടെ അടുക്കൽ സ്വീകാര്യത, സമൂഹത്തിൽ വലിയ ആളാകുക, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. മൂന്നാമത്തെ കാഫിർ, അവനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക? യതമത്ത, സുഖിക്കുക എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും ഉണ്ടാവില്ല. റമദാനായിട്ടും നമ്മുടെ മൊബൈലിനൊന്നും ഒരു നിയന്ത്രണവും ഇല്ലെങ്കിൽ, നമ്മുടെ സ്ക്രീൻ ടൈമൊക്കെ ഒന്ന് കുറക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപകടകരമാണ്. കാഫിർ എന്ന് പറഞ്ഞാൽ അവൻ സുഖിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഈ 3-ൽ ഏതായിരിക്കും നമ്മൾ എന്നത് ഈ റമദാന് കൊണ്ട് ചിന്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം.